രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 100ാം വാർഷികമാണ് ആരംഭിക്കുകയാണ് ഇന്ന് ഈ വിജയദശമിയിൽ. 1925 നാഗപ്പൂരിലെ മോഹിതവാഡയില് ഡോക്ടർ കേശവ് ബിൽറാം ഹെഡ്ഗേവാർ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഭാരതമാകെ, ഭാരതത്തിന് പുറത്ത്, അങ്ങനെ ലോകത്തിന് മുഴുവൻ ഒരു വിശ്വഗുരുവായി മാറുന്ന ഭാരതത്തിന്റെ ഭാവി ഭാഗതയെ നിർണയിക്കുവാൻ കഴിവുള്ള ഒരു മഹാപ്രസ്ഥാനമായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം വളർന്നു കഴിഞ്ഞു. അതിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ 2025 വർഷത്തില് രാഷ്ട്രീയ സ്വയംസേവക സംഘം പുനലൂർ ജില്ലയിലെ കൊട്ടാരക്കര ഖണ്ഡിലുള്ള മൈലം മണ്ഡലത്തിന്റെ വിജയദശമി ആഘോഷങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ കലയപുരത്ത് വായനശാല ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന പഥസഞ്ചലനം താമരക്കുടി SVVHSS ഗ്രൗണ്ടിൽ അവസാനിക്കുന്നു. പഥസഞ്ചലനം അവസാനിച്ചു കഴിയുമ്പോൾ പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. ആ പൊതുസമ്മേളനത്തിൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ അസിസ്റ്റന്റ് മാനേജർ ശ്രീ M ഗോപാലകൃഷ്ണപിള്ള അധ്യക്ഷത വഹിക്കുന്നതും, ആ ചടങ്ങിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം പുനലൂർ ജില്ലയുടെ കാര്യവാഹ് ശ്രീ G പ്രദീപ് കുമാർ മുഖ്യ ബൗദ്ധിക് നടത്തുകയും ചെയ്യുന്നതാണ്. ആ ചടങ്ങിൽ വെച്ച് തന്നെ കേസരി വാരികയുടെ ഈ വർഷത്തെ പ്രചാര പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കേരളത്തിലെ ആരംഭം മുതൽ 1964 വരെയുള്ള ചരിത്രം പറയുന്ന ഗ്രന്ഥത്തിന്റെ, രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ എന്ന ആ ഗ്രന്ഥത്തിന്റെ പ്രകാശന കർമ്മവും നിർവഹിക്കുന്നുണ്ട്. കുരുക്ഷേത്ര പ്രകാശൻ 5 ഭാഗങ്ങളായി പുറത്തിറക്കുന്ന ഗ്രന്ഥത്തിന്റെ 1ാമത്തെ ഭാഗമാണ് ഇന്ന് പൊതുസമ്മേളനത്തിൽ വെച്ച്, പൊതുപരിപാടിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നത്. കൂടാതെ താമരക്കുടിയിലുള്ള വ്യക്തിമുദ്ര പതിച്ച വ്യക്തികളെ പ്രത്യേകം ആദരിക്കുന്ന ചടങ്ങും കൂടെ ഈ പൊതുപരിപാടിയിൽ നടക്കുന്നുണ്ട്. ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സമയം. ഈ 100ാം വർഷത്തിൽ നമുക്ക് ആയുസ്, ഇത് ദർശിക്കാനുള്ള ആയുസ് എന്ന ജഗദീശ്വരനോടുള്ള സ്മരണ ആദ്യം ചൊരിയട്ടെ. അതിനുശേഷം സമസ്ത മേഖലകളിലും രാജ്യത്തിന്റെ, ഭാരതത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഈ സംഘം 100 വർഷം തികയുന്ന ഈ സമയത്ത് ഇതിന് നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ ഈ സംഘം സ്ഥാപിച്ച ഡോക്ടർ ജിയെ ഈ സമയത്ത് നമ്മളെല്ലാം, ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. സമഗ്ര വികസനം 2047 സുരക്ഷിത ഭാരതം, വികസിത ഭാരതം എന്ന ലക്ഷ്യത്തോടു കൂടി രാജ്യം മുന്നേറുമ്പോൾ അതിന് നിദാനമായ ഈ സംഘത്തിന് വലിയൊരു ഭാവി ജഗദീശ്വരൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1925 നാഗ്പൂരിൽ തുടങ്ങിയ അന്നേ ദിവസം സംഘം ഏത് രീതിയിൽ തുടങ്ങിയോ, ഇന്നും ഒരു വിസിലടിച്ചാൽ അതേ രീതിയിൽ തന്നെ ഒരു മാറ്റവുമില്ലാതെ സ്വയംസേവകർ ഒന്നിക്കുന്ന ഒരു പ്രസ്ഥാനം. 100 വർഷം ഇതേപോലെ ഒരു മാറ്റവുമില്ലാതെ പ്രവർത്തിച്ച ഒരു സംഘടനയും ഇന്ന് ലോകത്ത് തന്നെ ഇല്ലയെന്ന് നമുക്ക് പറയാം. ഓരോ പ്രസ്ഥാനങ്ങളും പിരിഞ്ഞ് പലതായി പോയി, പല രീതിയിൽ അവരിൽ പ്രശ്നങ്ങളുണ്ടായി മാറിപ്പോഴും സംഘം ഇന്നും ഒരേ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതേപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ 40 വർഷമായി സംഘത്തിൽ പ്രവർത്തിക്കുന്നു. ഇന്ന് ഏകദേശം 1 ലക്ഷത്തോളം ശാഖ സംഘത്തിനുണ്ട്. കൂടാതെ സംഘത്തിന് ഇന്ന് ഒരു രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്. 20 സ്റ്റേറ്റിൽ നമ്മൾക്ക് സംഘത്തിന്റെ എന്താ പറയുക, സംഘടനയ്ക്ക് ഇന്ന് ഭരണമുണ്ട്. ഇന്ന് നമ്മൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സംഘത്തിന്റെ 100ാം വർഷം ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്രയും കാലഘട്ടത്തിൽ നമ്മൾ സംഘത്തിന്റെ എല്ലാ റൂട്ട് മാർച്ചുകളിലും പങ്കെടുത്ത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ 100ാം വർഷത്തിൽ നമ്മുടെ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു റൂട്ട് മാർച്ച്, നമ്മുടെ പഥസഞ്ചലനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം ഇനിയുള്ള ഇതുപോലുള്ള ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ നമുക്ക് അവസരം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷമുള്ള സമയമാണ് സംഘത്തിന്റെ 100ാം വർഷത്തിൽ ഗണവേഷധാരിയായിട്ട് പഥസഞ്ചലനത്തിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു അഭിമാനമുള്ള കാര്യമാണ്. ോടനുബന്ധിച്ച് നടത്തുന്ന പഥസഞ്ചലനത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും വളരെ അടുക്കും ചിട്ടയോടുകൂടി ഈ പരിപാടിയിൽ കാണുമ്പോൾ പണ്ടത്തെ ഓർമ്മ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും നമുക്ക് നമ്മുടെ രാജ്യം 100ാം വാർഷികത്തിൻ്റെ നിറവിൽ വളരെ ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
മനസ്സിൽ വളരെ 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 സന്തോഷം ആണ്, വളരെ സന്തോഷമാണ്. കാരണം ഇങ്ങനെ ഒരു അതിൽ പങ്കാളിയാവാൻ എനിക്ക് അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. നമ്മുടെ സംഘത്തിൻ്റെ 100-ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളാണ്. കാരണം ഇനി ഇതുപോലൊരു പരിപാടിയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. 100-ാം വർഷം ഇനി നമ്മുടെ ജീവിതകാലത്തുണ്ടാകും. നമ്മുടെ ജീവിതകാലത്തല്ല, ഇന്നിക്കുന്ന സ്വയം സേവയുടെ ഒരാളുടെയും ജീവിതകാലത്തുണ്ടാവാൻ പോകുന്നില്ല ഒരു 100 വർഷം. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നത് ഈ ഭാരതത്തിന്റെ അഭിമാനമാണ്, ആത്മാവാണ്. ആ ആത്മാവിൽ തൊട്ടുണർത്തുവാൻ ഓരോ ഭാരതീയനും കിട്ടുന്ന സുവർണാവസരമായി ഈ വിജയദശമി വേളയെ ഞാൻ കാണുന്നു. എല്ലാവർക്കും വിജയദശമി ആഘോഷത്തിന്റെ ആശംസകളും അഭിമാനവും ഞാൻ പങ്കുവയ്ക്കുന്നു. പുതിയ തലമുറയോട് വളരെ വലിയൊരു സന്ദേശമാണ് കൊടുക്കാൻ കഴിയുന്നത്. രാഷ്ട്രസ്നേഹവും രാഷ്ട്രവികാരവും നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീവ്രവാദവും അതുപോലെ തന്നെ വിധ്വംസ പ്രവർത്തനങ്ങളും വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്യുവാനും ഇതിനെയൊക്കെ ഉന്മൂലനം ചെയ്യാനും രാഷ്ട്രസ്നേഹവും രാഷ്ട്രഭക്തിയും ഒക്കെ വരും തലമുറയിൽ ഊട്ടിയുറപ്പിക്കാനുള്ള സുവർണാവസരമായിട്ടാണ് ഈ സംഘത്തിന്റെ ഈ 100-ാം വർഷത്തെ നമുക്ക് കാണേണ്ടത്. തീർച്ചയായും ഭാരതത്തിന്റെ ശക്തി സ്രോതസ്സാണ് സംഘം എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയ്ക്ക് ആവേശവുമായി മാറുവാന് സംഘം എന്ന മഹാപ്രസ്ഥാനം ഒരു മാർഗദർശനമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള ഒരു തുടക്കമാകട്ടെ. പുതിയ തലമുറയ്ക്ക് രാഷ്ട്രസ്നേഹം കൂടുതൽ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു പ്രേരക ശക്തിയായി മാറട്ടെ ഈ 100-ാം വർഷം എന്നാണ് ആത്മാഭിമാനത്തോടുകൂടി സംഘബോധത്തോടുകൂടി എനിക്ക് ഈ അവസരം പങ്കുവയ്ക്കാനുള്ളത്.
1925 വിജയദശമി നാളിൽ ആരംഭിച്ച് ഇന്ന് 100-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഈ വാർഷികാഘോഷങ്ങളുടെ പദസഞ്ചലനമാണ് ഇതുവഴി കടന്നു വരാൻ പോകുന്നത്. അപ്പോൾ അതിനെ സ്വീകരിക്കാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പം രാഷ്ട്രത്തെ പരമവൈഭവത്തിലെത്തിക്കുക, ഭാരതാംബയെ പരമവൈഭവത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ 100-ാം വാർഷിക ആഘോഷവേളയിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വളരെ വലിയ സന്തോഷമായിട്ട് കരുതുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം മുന്നോട്ട് വയ്ക്കുന്ന രാജ്യത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കുക, ആ ഒരു ആദർശത്തിലും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. नमस्ते सदा वत्सले मातृभूमे, नमस्ते सदा वत्सले मातृभूमे, या सिन्धुभूमे सुखं वर्धितोऽहं, त्वया सिन्धुभूमे सुखं वर्धितोऽहं, महामङ्गले पुण्यभूमे त्वदर्थे, महामङ्गले पुण्यभूमे त्वदर्थे, पदर्शेशायो नमस्ते नमस्ते, द्वेषकायो नमस्ते नमस्ते, प्रभो शक्तिमन् हिंदू राष्ट्रांगभूता, मे सादरं त्वां नमामो वयं, तुरीयाय कार्याय वृद्धाकरीयं, तुरीयाय कार्याय वृद्धाकरीयं, चतुष्का सूर्य ब्रह्मा उक्षेप अबक्रम, एक दो तीन, एक दो तीन, एक दो तीन, एक
एक दो तीन 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 നിങ്ങളെ അഭിസംബോധന ചെയ്യാനും കഴിയുന്നത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇന്ന് ഭാരതത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘം. നമുക്കറിയാം, കഴിഞ്ഞ 100 വർഷക്കാലമായി ഭാരതത്തിൽ എത്രയോ സംഘടനകൾ രൂപം കൊണ്ടു, അതുപോലെ ഇല്ലാതാവുകയും ചെയ്തു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി RSS എന്ന സംഘടന പ്രൗഢ ഗംഭീരമായി അതിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർവാധികം ശക്തിയോട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചാൽ RSS എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ അങ്ങേയറ്റം അച്ചടക്കവും അർപ്പണബോധവും രാജ്യസ്നേഹവും കൈമുതലായിട്ടുള്ളവരാണ്. അതാണ് ഈ സംഘടനയ്ക്ക് പ്രചോദനം നൽകുന്നത്. ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും, ഒട്ടുമിക്ക രാജ്യങ്ങളിലും RSSന് ശാഖകളും പ്രവർത്തനങ്ങളും ഉണ്ട്. 1940-കളിൽ ഇന്ത്യക്ക് പുറത്ത് കെനിയയിലാണ് ആദ്യമായി ഒരു ശാഖ രൂപം കൊണ്ടത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിൽ 400-ലധികം ശാഖകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 1925 വിദേശ ദിവസത്തിലാണല്ലോ RSS ആദരണീയായ ഡോക്ടർ ഹെഗ്ഡേവാർ രൂപം കൊടുത്തത്. വിജയദശമി ദിനത്തിൽ ആരംഭിക്കുന്ന കാര്യങ്ങൾ വളരെ വിജയപൂർവ്വം മുന്നേറും എന്നുള്ളൊരു ധാരണയും വിശ്വാസവും ഭാരതീയ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വിജയദശമി ദിനം തന്നെ ഇതിനെ തിരഞ്ഞെടുത്തത്. രാജ്യത്ത് എന്ത് ദുരന്തമുണ്ടായാലും അവിടെ സേവന പ്രവർത്തനങ്ങൾക്ക് RSSും സംഘപരിവാർ സംഘടനകളും മുൻപതിയിലുണ്ട്. ചൂരൽമലയിലും വയനാട്ടിലും ഉരുൾപൊട്ടലുണ്ടായപ്പോഴും കേരളത്തിൽ മഹാപ്രളയമുണ്ടായ സമയത്തും കേരളീയ ജനത RSSന്റെ സന്നദ്ധ സഹായങ്ങൾ അനുഭവിച്ച് അറിഞ്ഞതാണ്. ഈയിടെ RSS യാതൊരു വിധമായ പ്രശസ്തിയോ അല്ലെങ്കിൽ ധനസമ്പാദനമോ ഒന്നും ആഗ്രഹിച്ചല്ല ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവർ നിശബ്ദരായി അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുകയാണ്. ഈയിടെ മാനനീയ സർ സംഘാലക് ശ്രീ മോഹൻ ഭാഗവത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, कुछ लोग पूछता है RSS में आने से हमको क्या मिलेगा, तो मैं